നമസ്കാരം. നിങ്ങൾക്ക് പരിചയമില്ലാത്ത കോളുകൾ ഫോണിൽ വന്നാൽ ഒരിക്കലും അത് അറ്റൻഡ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ വലിയ വില കൊടുക്കേണ്ടി വരും. പരിചയമില്ലാത്ത ഒരു കോൾ അറ്റൻഡ് ചെയ്തയാൾക്ക് നഷ്ടമായത് ഏകദേശം 3 ലക്ഷം രൂപയാണ്. കൃത്യമായി പറഞ്ഞാൽ കുണ്ടന്നൂർ മുട്ടത്ത് വീട്ടിൽ 56 വയസ്സുള്ള മാർട്ടിന് സൈബർ തട്ടിപ്പിനിരയായി നഷ്ടപ്പെട്ടത് 2,95,000 രൂപയാണ്. മാർട്ടിൻ്റെ മൊബൈൽ ഫോണിൽ വന്നത് ഒട്ടും പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നുള്ള കോളാണ്. കോൾ എടുത്ത ഉടനെ കട്ടായി. മിനിറ്റുകൾക്കകം മാർട്ടിൻ്റെ ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ടിൽ നിന്ന് 2,95,000 രൂപ പിൻവലിച്ചതായി ഫോണിൽ മെസ്സേജ് വന്നു. ഉടൻ ബാങ്ക് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ പണം പിൻവലിച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചു. അന്വേഷണത്തിൽ ഓൺലൈൻ വഴിയാണ് പണമിടപാട് നടന്നതെന്നും ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിച്ച മാർട്ടിൻ്റെ ഫോൺ നമ്പറിലേക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ OTP എത്തിയതായും കണ്ടെത്തി. ഇതോടെയാണ് ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടതായി സ്ഥിരീകരിച്ചത്. ഹാക്ക് ചെയ്തവർ മാർട്ടിൻ്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ കൈക്കലാക്കി OTP ഉപയോഗിച്ച് ആണ് പണം പിൻവലിച്ചത്. എന്താ കൊള്ളാം അല്ലേ? നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ 24 മണിക്കൂറിനകം പരാതിപ്പെട്ടെങ്കിലും പണമിടപാട് മരവിപ്പിക്കാൻ സാധിച്ചില്ല. മാർട്ടിൻ്റെ അക്കൗണ്ടിൽ നിന്ന് 2 ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടുകളിലേക്ക് പണം പോയതാണ് അതിന് കാരണം. ഈ ക്രെഡിറ്റ് കാർഡിലെ നെഗറ്റീവ് അക്കൗണ്ടിലേക്ക് പണം വകവെച്ചതിനാൽ ഹോൾഡ് ചെയ്യാൻ പണം ബാക്കിയുണ്ടായിരുന്നില്ല. സേവിങ്സ് അക്കൗണ്ടിലേക്കാണ് പണം പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കാനും പണം വീണ്ടെടുക്കാനും സാധിക്കുമായിരുന്നു. സ്വകാര്യ ബസ് ജീവനക്കാരനായ മാർട്ടിൻ ഒരു കാർ വാങ്ങാൻ വേണ്ടി വായ്പ എടുത്ത പണമാണ് ഈ സൈബർ തട്ടിപ്പ് സംഘം അടിച്ചുമാറ്റിയത്. തികച്ചും ആസൂത്രിതമായ തട്ടിപ്പാണ് നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. സൈബർ കുറ്റകൃത്യത്തിൽ 0 ക്ലിക്ക് എന്നാണ് ഈ തട്ടിപ്പിനെ അറിയപ്പെടുന്നത്. ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നയാളുടെ SMS, കോളുകൾ, ഫോട്ടോകൾ, ഡാറ്റ ഉൾപ്പെടെയാണ് ഹാക്ക് ചെയ്യപ്പെടുന്നത്. മിസ്ഡ് കോൾ വഴിയും ഇത്തരം തട്ടിപ്പ് നടക്കുന്നു. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, ജാഗ്രത.